ഞാൻ ആക്ച്വലി വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ ഒരു റീസെറ്റ് വീഡിയോ ആയി എടുക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ എടുത്തു വന്നപ്പോൾ അതെന്തൊക്കെയോ ആയി. പിന്നെ ഞാൻ വിചാരിച്ചു കുറേ ആയാലും ലോങ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്, അപ്പോൾ എന്തായാലും പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ എണീറ്റ് വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ രാവിലെ ആണെങ്കിൽ കുറച്ച് സൺലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കേർട്ടനും വിൻഡോ ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിടാം, കുറച്ച് സൺലൈറ്റൊക്കെ ഉള്ളിലേക്ക് കയറുമല്ലോ. റൂമൊക്കെ നല്ല അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. ഇത് ഞാൻ ആക്ച്വലി അന്നേ ഹാങ് ചെയ്തതാണ്. ഇതിൻ്റെ കൂടെ ഒരു ലൈറ്റും കൂടെ കിട്ടും കേട്ടോ, പക്ഷേ ലൈറ്റ് ഇട്ടില്ല. ഈ റൂമിൽ ഓൾറെഡി വേറെ 2 ഫെയറി ലൈറ്റ്സ് ഉണ്ട്. അപ്പം ഞാൻ അതും കൂടെ വേണ്ടാന്ന് വെച്ചിട്ട് ഇട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും വന്ന വെയിലൊക്കെ പോയി. ഇപ്പം ഇവിടെ നല്ല മഴയാണ്. കുറച്ച് നേരം പുറത്തിരുന്ന് മഴയൊക്കെ കണ്ട് ഞാൻ പിന്നെ റൂമിലേക്ക് തന്നെ തിരിച്ചു വന്നു. പിന്നെ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ എൻ്റെ മെഡിക്കൽ ബുക്സ് അല്ലാത്ത ബുക്സും ജേണലും ഡ്രോയിങ് സെറ്റൊക്കെ വെക്കുന്ന ഈ ടേബിൾ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ കുറച്ച് പ്രൊഡക്റ്റീവായി എന്നും നമുക്ക് തോന്നുമല്ലോ. ബുക്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിട്ടുന്ന സ്ഥലത്ത് അവിടെ വെച്ചിട്ട് വരും. അങ്ങനെ കറക്റ്റ് പ്ലേസിൽ വെക്കാത്തത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ഡിസോർഡറായി കിടക്കുന്നത്. താഴെയുള്ള സെക്ഷനിൽ ഞാൻ വെച്ചിട്ടുള്ളത് ഡ്രോയിങ്ങിനൊക്കെ വേണ്ടിയുള്ള സാധനങ്ങളും അതേപോലെ ജേണൽ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളും വാഷി ടേപ്സും കുറച്ച് കളേഴ്സും സ്റ്റിക്കേഴ്സൊക്കെയാണ്. ഈ സാധനം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബോക്സാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ഞാൻ എൻ്റെ ടേബിൾ മൊത്തത്തിൽ നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇതെൻ്റെ ഒരു ജേണൽ സെറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ബുക്ക് ഉണ്ടാവും, അതേപോലെ വാഷി ടേപ്പും സ്റ്റിക്കേഴ്സും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഈ ബുക്കിൽ ഫസ്റ്റ് ചെയ്ത ജേണലാണിത്. അങ്ങനെ ഓരോ ബുക്സിലായിട്ട് ഞാൻ ഓരോ ജേണൽ ഐറ്റംസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഒരു ബുക്കിലല്ല ഞാൻ ആക്ച്വലി ചെയ്യാറ്. ഇടയ്ക്ക് ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഞാൻ എൻജോയ് ചെയ്യണ ഒന്നാണ് ഡ്രോയിങ് എന്ന് പറയണത്. എനിക്കങ്ങനെ വരയ്ക്കാനൊന്നും അറിയില്ല, എന്നാലും എനിക്ക് എൻ്റെ ആ സ്കില്ലൊന്ന് ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ടൈമൊക്കെ കിട്ടുമ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കി വരയ്ക്കാറുണ്ട്. ഞാൻ കുറേ ദിവസമായിട്ട് ആലോചിക്കുകയാണ് നെയിൽ പോളിഷൊക്കെ ഒന്ന് മാറ്റണം, നെയിലൊക്കെ ഷേപ്പ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും അത് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനതൊക്കെ ചെയ്തു. ഇപ്പോഴും പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ടൈം ബുക്കൊക്കെ വായിച്ചതിന് ശേഷം ഞാൻ ഈയിടെയായിട്ട് ക്രോഷേ ചെയ്യാൻ പഠിക്കുന്നുണ്ട് കേട്ടോ. സോ കുറച്ച് നേരം യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ട് അത് പഠിച്ചുകൊണ്ടിരുന്നു. സോ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. See you in the next one. Bye.